സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയുടെ വടക്കൻ മേഖലകളിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ആലിപ്പഴ വർഷം മരുഭൂമിയുടെ ഭാഗങ്ങൾ ഐസ് പാളികളാൽ മൂടാൻ കാരണമായി. അൽ മഹദ്, ബർദിയ പ്രദേശങ്ങളിലാണ് ഞായറാഴ്ച കനത്ത ആലിപ്പഴ വർഷം അഥവാ ഹെയിൽ സ്റ്റോം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വരണ്ട കാലാവസ്ഥ നിലനിൽക്കുന്ന മരുഭൂമി പ്രദേശങ്ങളിൽ ഇത്രയധികം ആലിപ്പഴം വീഴുന്നത് അസാധാരണമാണ്. അപ്രതീക്ഷിതമായുണ്ടായ ആലിപ്പഴ വർഷം മണൽക്കൂനകളെയും തുറന്ന പ്രദേശങ്ങളെയും കട്ടിയുള്ള ഐസ് പാളികളാൽ മൂടി. ചിലയിടങ്ങളിൽ അരമണിക്കൂറിലധികം തുടർച്ചയായി മഴയുണ്ടായി. നിലത്ത് ഇഞ്ചുകളോളം കനത്തിൽ ഐസ് അടിഞ്ഞുകൂടിയതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ആലിപ്പഴം വർഷിച്ച പ്രദേശങ്ങൾ കുറച്ചു സമയത്തേക്കെങ്കിലും മഞ്ഞുമൂടിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ വെള്ള പുതച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയായിരുന്നു ആലിപ്പഴ വർഷം. ഐസ് പാളികൾ റോഡ് ഗതാഗതത്തെ ബാധിച്ചെങ്കിലും കാര്യമായ അപകടങ്ങളോ മരണങ്ങളോ ഉണ്ടായിട്ടില്ല. റോഡുകളിൽ തെന്നൽ സാധ്യത ഉണ്ടായതിനാൽ അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനറൽ അതോറിറ്റി ഫോർ മെറ്റീരിയോളജി ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈ പ്രദേശങ്ങളിൽ ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പ് നൽകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അധികൃതരുടെ ഈ ഇടപെടൽ വലിയ പരിക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കാരണമായി. എങ്കിലും ചിലയിടങ്ങളിൽ വലിയ ആലിപ്പഴങ്ങൾ പതിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയും വിൻഡോ ഷീറ്റുകളിൽ പൊട്ടലുണ്ടാവുകയും ചെയ്തു. കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമായാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നതെന്നാണ് സൗദി ഉദ്യോഗസ്ഥരുടെയും അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഊഷ്മാവ് വർദ്ധിക്കുന്നതോടെ അന്തരീക്ഷത്തിൽ ഈർപ്പം അടിഞ്ഞുകൂടുന്നു. ഇത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാരണമാവുന്നു. സൗദിയിൽ സമീപകാലത്തായി ആലിപ്പഴം വർഷിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. 2010 മുതൽ 20% വരെ വർധനയുണ്ടായി എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. വിഷൻ 2023ന്റെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ സൗദി ഭരണകൂടം സജീവമായി നടത്തുന്നുണ്ട്.